ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെലർ ഫീനിക്സ് ഗേൾ ഭാഗം 25. ബിക്കിനി മോഡലായ മൗനി തന്റെ കരിയറിൽ തന്നെ മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു മൂവി ചെയ്തതിന്റെ സമയത്ത് അവരുടെ കാമുകനും കൂട്ടുകാരും ചേർന്ന് ചതിച്ച് മാനഭംഗത്തിനിടയാക്കി. തുടർന്ന് മൗനി തന്റെ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ഭാഗ്യവശാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പ്രതികാരം വീട്ടാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. കഥ ഇതുവരെ. അതാരാ മൗനി? മൈ ഡോക്ടർ. അയാളായിരുന്നു അവിടെ എന്റെ കൗൺസിലർ. അല്ല, ആളുടെ പേര് കൃഷ്ണ എന്നല്ലേ പറഞ്ഞത്? ഇതെന്താ കൃഷ്ണ. ബട്ട് എന്നോട് കൃഷ്ണ എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. ഓഹോ, അതൊക്കെ ശരി. പക്ഷെ എന്താണ് ആളുടെ പേര് പറയുമ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ? പൊടി, എനിക്കറിയില്ല അയാൾ ആരാണ് എന്താണ് എന്നൊക്കെ. പക്ഷെ കൃഷിന്റെ കണ്ണുകൾ അതെന്റെ വല്ലാതെ. മൗനിക്ക് തുടരാനാകാതെ ഒന്ന് നിർത്തി. വല്ലാതെ? നീ ഉദ്ദേശിക്കുന്ന ഒന്നും അല്ല മിയ. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. പൊടി, അതല്ല. ഞാൻ നിന്നോട് പോലും പറയാത്തൊരു ബാല്യമുണ്ട് എനിക്ക്. ഓഹോ, നീയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ലാതെ ഉണ്ടോ മൗനി? നിനക്കറിയുന്നത് എനിക്ക് 12 വയസ്സിന് ശേഷമുള്ള കാര്യമാണ്, അല്ലാതെ എന്റെ സന്തോഷകരമായ 12 വർഷത്തെ പറ്റിയല്ലല്ലോ. അതെന്താ എന്ന് കേൾക്കണല്ലോ. പറയാം. ചെറുപ്പം മുതൽ ദാരിദ്ര്യത്തിന്റെ കുഴിയിലായിരുന്നു ആക്ച്വലി എന്റെ ജീവിതം. കുഞ്ഞു പ്രായത്തിൽ വിശപ്പിന്റെ വിളി ഞാൻ നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു 7 വയസ്സുണ്ടാകും. ആ സമയത്ത് എനിക്ക് വിശക്കുന്നത് അറിഞ്ഞ് വെള്ളവും ഭക്ഷണവും കൊടുത്തത് എന്റെ കൂട്ടുകാരൻ കിച്ചു. Who's that guy? മിയ മൗനിയോട് സംശയത്തോടെ ചോദിച്ചു. എന്റെ ബാല്യകാല സുഹൃത്ത് എന്നൊക്കെ പറയാം. അവന്റെ അതേ കണ്ണുകളാണ് കൃഷിന്. കള്ളത്തരമില്ലാത്ത. വെയിറ്റ്, അപ്പൊ നിന്റെ കിച്ചു ആണോ കൃഷ്? അല്ല മിയ, അവനിൽ എവിടെയോ എന്റെ കിച്ചു ഉണ്ട്. പിന്നെ എന്റെ 12 വയസ്സിലാണ് ഞാൻ അവനെ അവസാനമായി കണ്ടത്. അപ്പോൾ അവന് 15 വയസ്സ്. ഇപ്പോൾ അവൻ എങ്ങനെയിരിക്കും എന്ന് പോലെ അറിയില്ല. എന്നാലും അവന്റെ മുഖം വെച്ച് നോക്കുമ്പോ കൃഷിന്റെ മുഖമായി സാമ്യം ഇല്ലടാ. അല്ല, ഈ കക്ഷിയെ പറ്റി നീ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ മൗനി? അങ്ങനെ പറയാൻ പറ്റുന്നതൊന്നും അല്ല. എന്റെ ഉള്ളിൽ